നോർമലായിട്ടൊരു ആള് ചെയ്യണതല്ലേ ഇതൊക്കെ? നോർമലായിട്ടുള്ള ആള് ചെയ്യണം, നീ നോർമൽ അല്ലല്ലോ. പറഞ്ഞതൊക്കെ ശരിയല്ല. 10 മണിക്ക് 10 മണിക്ക് ഇട്ടിട്ട് നീ എന്നാ ദേവിച്ച് കുളിപ്പിക്കണം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഉമ്മച്ചിക്കൊരു പ്രാങ്ക് കൊടുക്കാനാണ്. പ്രാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ പറയണത് ആണ്. അത് നമുക്ക് ഉമ്മച്ചിയുടെ റിയാക്ഷൻ എന്താവും അറിയില്ല, പക്ഷെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനല്ല, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റില്ല. അത് കാരണം നമ്മൾ പറയാണ് ഡേ ഇൻ മൈ ലൈഫ്, അല്ലേ ഉമ്മച്ചി? അതെ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. ഉമ്മച്ചി ഉണ്ട് നമ്മുടെ ഒപ്പം. എന്നിട്ട് എന്തിട്ട് ചെയ്യേണ്ടത് ഞാൻ പറയും. ഇപ്പം ഉമ്മച്ചതൊക്കെ ഇതാന്നുള്ളത് ഞാൻ പറയും. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ എങ്ങനെ ഡേ പോകണമെന്ന്. അപ്പോൾ ഉമ്മച്ചി അത് ആക്കിയിട്ട് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഇത്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ഞാൻ രാവിലെ എണീക്കുന്നത് 5 മണിക്കാണ്. 5 മണിക്ക് എണീറ്റിട്ട് ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നിസ്കരിക്കും. ഫസ്റ്റ് തന്നെ 5 മണിക്ക് എണീച്ചാൽ നിസ്കരിക്കും. 5 മണിക്ക് എന്താണ് സംഭവിച്ചത് മോൾക്ക്? 5 മണിക്ക് എണീച്ച് സുബഹി നിസ്കരിക്കാറില്ല എല്ലാ ദിവസവും. എന്തൊക്കെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ മോളെ? കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ. പിന്നെ മുറ്റടിച്ച് വരും. രാവിലെ ഞാനൊരു 6 മണി 6:30 ആകുമ്പോഴത്തേന് ഞാൻ അടിച്ചു വരും മുറ്റമൊക്കെ. കുറച്ച് പുല്ലൊക്കെ സൈഡിലുണ്ടെങ്കിൽ ഞാനതൊക്കെ പറിച്ച് കളയാറുണ്ട്. ബോഗെയിൻ വില്ല എന്ന് പറഞ്ഞിട്ട് ചെടി ഉണ്ട്, അതൊക്കെ ഞാൻ നല്ലോണം വെട്ടി നല്ലോണം ഇതാക്കാറുണ്ട്, സൂക്ഷിക്കാറുണ്ട്. അതൊക്കെ ഞാൻ രാവിലെ ഒരു 6:30 ഒക്കെ വെളിച്ചധികം ഉണ്ടാവില്ല, ഞാൻ എന്നാലും പക്ഷെ ടോർച്ച് ലൈറ്റ് ഒക്കെ അടിച്ചു പോയി കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ചിന്നത്താനെയൊക്കെ വിളിക്കാൻ നോക്കാറുണ്ട്, പക്ഷെ അവർ നീച്ചില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും എക്സസൈസ് ഒക്കെ. എന്നിട്ട് പിന്നെ ഞാൻ കുളിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ട്യൂഷന് പോകണം. അത് കാരണം ഞാൻ ചായ ഉണ്ടാക്കി വെക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഞാൻ ട്യൂഷന് പോയിട്ട് വരുമ്പോഴത്തേനും ഉമ്മച്ചി നേരം കുറച്ച് നീക്കായി. ട്യൂഷന് പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നീക്കാറ് അല്ലേ? അപ്പോൾ ട്യൂഷന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നീക്കുമ്പോൾ ഞാൻ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉമ്മച്ചിക്ക് കൊടുക്കും. ഉമ്മച്ചിക്ക് കൊടുത്തിട്ട് ഞാൻ ഉമ്മച്ചിയുടെ മുടിയൊക്കെ വൃത്തിയാക്കിയിട്ട് ഉമ്മച്ചിയും കുളിക്കും. ഉമ്മച്ചീനെ കുളിപ്പിക്കുന്നില്ല, ഉമ്മച്ചി കുളിക്കും. എന്നിട്ട് ഞാൻ ഉച്ചക്കുള്ള ചോറിന് 2 കൂട്ടം കറി ഉണ്ടാക്കും. പപ്പടം പിന്നെ തോരൻ ഒക്കെ ഉണ്ടാവും. പപ്പടം കറിയല്ല, 2 കൂട്ടം കറി, പിന്നെ ഒഴിച്ച് കൂട്ടണ കറി 2 കൂട്ടം, പിന്നെ തോരൻ ഉണ്ടാവും 2 കൂട്ടം, ചോറ്, പപ്പടം എന്തായാലും ഉണ്ടാവണം. ഉമ്മച്ചി നിർബന്ധ പപ്പടം. അത് കാരണം ഞാൻ ഇല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് നടന്നു പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് പൊരിച്ചിട്ട് ഉമ്മച്ചിക്ക് കൊടുക്കും. ഇല്ല, വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും ഉമ്മച്ചി ഓരോ കാര്യങ്ങളൊക്കെ പറയാം. അതൊക്കെ ഞാനിങ്ങനെ ഇതാക്കിയിരിക്കും. അപ്പോഴത്തേനും ഞാനിങ്ങനെ വീടൊക്കെ അകംഭാഗം രാവിലെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോവുക. പക്ഷെ എന്നിട്ട് വന്നിട്ട് പിന്നെയും എല്ലാവരും കൂടി ഇതാക്കിയിട്ട് വൃത്തിയേടാക്കി ഉണ്ടാവുമല്ലോ, മണ്ണൊക്കെ ഇട്ട്. അപ്പം ഞാൻ മണ്ണൊക്കെ ഇട്ട് അടിച്ച് വരിട്ട് ഞാൻ തുടയ്ക്കും. എല്ലാ റൂമും തുടയ്ക്കും. പിന്നെ ബാത്റൂം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വൃത്തിയാക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ വൃത്തിയാക്കും. ബാത്റൂമൊക്കെ നല്ലോണം തേച്ചൊരച്ച് വൃത്തിയാക്കാറുണ്ട്. ഉമ്മച്ചിക്ക് ബാത്റൂം വൃത്തിയേടായി കിടക്കുന്നത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ തന്നെ വൃത്തിയാക്കാം, അല്ലേ? ഓക്കെ. എന്നിട്ട് ഞാൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം അങ്ങനെ സെറ്റായിട്ടിരിക്കും. എന്നിട്ട് ഞാനൊരു ഉമ്മച്ചി പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ടല്ലേ. പിന്നെ ചന്ദനത്തിരി കത്തിക്കും. പിന്നെ നിസ്കരിക്കലൊക്കെ ഉണ്ട്. നിസ്കരിക്കും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ. ളുഹർ, അസർ, മഗ്‌രിബൊക്കെ നിസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ച് യാസീനൊക്കെ ഓതി ഇങ്ങനെ ദുആ ഒക്കെ ചെയ്ത് വരുമ്പോൾ ഈശാ നിസ്കരിക്കാനാവും. ഇശാ നിസ്കരിക്കും. എന്നിട്ട് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചപ്പാത്തിയും വേറെ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഉമ്മച്ചിക്ക് ഏത് കറിയാണ് ഉമ്മച്ചിയോട് ചോദിക്കും, എന്നിട്ടാണ് ഉണ്ടാക്കാറ്. ചപ്പാത്തിയും വേറെ വല്ല കറിയും അല്ലേ? ഉമ്മച്ചിക്ക് ഏത് കറിയമ്മ ഇഷ്ടം? ഉമ്മച്ചിക്ക് സാധാരണ മുട്ടക്കറിയാണ് ഉണ്ടാക്കാറ് അല്ലേ? അപ്പോ ഞാൻ മുട്ടക്കറി അല്ലേ ഉണ്ടാക്കാറ്. മുട്ടക്കറി ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ ഉമ്മച്ചിക്ക് കൊടുക്കും. ഉമ്മച്ചിക്ക് മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കും. കറി ഇട്ടും മുട്ട ഉണ്ട്. എന്നിട്ട് ഞങ്ങള് മുട്ടക്കറി ഉണ്ടായി ഞാനൊരു 9:30 ആകുമ്പത്തിന് ഉറങ്ങും.
ഉമ്മച്ചീനെ ഞാൻ കെടുത്തി ഉറക്കും. ഉമ്മച്ചിക്ക് മരുന്ന് പാടി ഉറക്കും തന്നെ. ഉമ്മച്ചിന് താരാട്ട് പാട്ടിട്ട് പാടിച്ച് വേണ്ട. ഏത് പാട്ടാ പാടുന്നു? എന്നും പാടുന്ന പാട്ട് വേണ്ടട്ടെ, വേറെ വെറൈറ്റി പാട്ട് പാടണം. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായി. ഉറക്കം വന്നിട്ട് പാടില്ല, പാടിക്കും. വെറൈറ്റി വേണം, വെറൈറ്റി. എല്ലാ ദിവസവും അടിച്ച് വരി തുടക്കാറ് വരെ ഉണ്ട് ഞാൻ. ആര് ചെയ്യും ഇതേപോലെ ഒക്കെ. പുറം അടിച്ചു വരി തുറക്കൂ, അടിച്ചു വരി തുറക്കൂ. പുറം അടിച്ചു വാരി തുടക്കണ്ടേ? പിന്നെ പുറം ഞങ്ങൾ അടിച്ചു വരി മാത്രം ചെയ്യുള്ളൂ, തുടക്കൂല പുറം. മുറ്റല്ല പടി. പടി ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കഴുകാറുള്ളത്. സോപ്പ് പൊടി ഇടൂല്ല. ഇത് സോപ്പ് പൊടി ഇടല് കംഫർട്ട്, അതാണ് സോപ്പ് പൊടി. അപ്പൊ ശരിയാണ്. ഭോഗമില്ല തൊട്ടിട്ടുണ്ടാവോ? ആ കറി, മുട്ടക്കറി. കറി ഏതാ എന്നോട് ചോദിക്കും, എന്താ കറി ഇഷ്ടം, ഏതാ കറിയാ? ഉമ്മച്ചിക്ക് ഇഷ്ടമുള്ള കറി മുട്ടക്കറി അല്ലേ? ഞാൻ അത് വെച്ച് തരാറില്ല ഉമ്മച്ചിക്ക് ചപ്പാത്തി ആയിട്ട്. ഏത് ചപ്പാത്തി? എന്ന് ചപ്പാത്തി? ഞാൻ ഇപ്പൊ പറഞ്ഞതിനോട് ഉമ്മച്ചി യോജിക്കുന്നോ അത് യോജിക്കുന്നില്ലേ? യോജിക്കുന്നില്ല. വൈ വാട്ട് ഈസ് ദാറ്റ്? അങ്ങനൊന്നല്ല, അതുകൊണ്ട് യോജിക്കുന്നില്ല. എങ്ങനെയാ പിന്നെ പറയൂ. ഇതിനെല്ലാം ഓപ്പോസിറ്റാ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ ഗായ്സ്, വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. ഉമ്മച്ചിക്ക് ഉറക്കം വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ഉറക്കണ്ട്. ഉമ്മച്ചിന് ഉണ്ണി അയ്യോ രാരി രാരിയെ വേടന്റെ പാട്ട് പാടിയിട്ട് അല്ലേ ഉമ്മച്ചി റെഡിയല്ലേ ഉറങ്ങാൻ? അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.